കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷനാണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇന്നിവിടെ എക്സാം, നമ്മൾ ഡിസംബർ TE 2025 എക്സാം അപ്പിയർ ചെയ്യുന്നവരാണ്. അപ്പം നമ്മുടെ എക്സാം ഇവിടെ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം എല്ലാവരും നമ്മുടെ പഠനം റിവിഷനോടടുപ്പിച്ച് എത്തിയിരിക്കുകയാണ്. കൂടാതെ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇനി നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അത് നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു എക്സാം എങ്ങനെ അപ്പിയർ ചെയ്യണം, നമ്മൾക്കൊരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അത് എങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു മൊത്തം നമ്മളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നമ്മളുടെ മൊത്തം സിലബസിന്റെയും ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇഗ്നോ ഫോക്കസ് 5.0യിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ MBAയിലെ സെക്കൻഡ് സെം പേപ്പറായ MMPC 014 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന പേപ്പറാണ്. നമുക്കറിയാം, നമ്മൾ ഡിസംബർ TE 2025 എക്സാമിന്റെ നമ്മുടെ MBA സെക്കൻഡ് സെംകാരുടെ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എക്സാമിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. നമ്മളെല്ലാവരും ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത്, അതിന്റെ ഫങ്ഷൻസ്, അതിൽ ഓരോ ബ്ലോക്കും ഓരോരോ യൂണിറ്റ് വൈസ് ആയിട്ടും ഓരോരോ ബ്ലോക്ക് വൈസ് ആയിട്ടും ക്ലാസ്സുകൾ കേട്ടും റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മളുടെ പഠനം ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടു. നമ്മൾ അതിന് റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, നമ്മുടെ ബ്ലോക്ക് വൈസ് എത്രയാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത്, നമ്മൾ ഓരോ യൂണിറ്റ് വൈസ് എത്ര വെയിറ്റേജ് കൊടുക്കണം, നമ്മൾ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്ര മാർക്കിനാണ് എക്സാം എങ്ങനെ എഴുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ഓരോ ബ്ലോക്കിനും ഓരോരോ യൂണിറ്റ് വൈസും എത്രയാണ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, മീഡിയം ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ലോ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും വിശകലനം ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഒരു എക്സാം എങ്ങനെ കോൺഫിഡന്റ് ആയി അറ്റൻഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് നമ്മുടെ റോഡ് മാപ്പ്, അതായത് ഇന്നത്തെ നമ്മുടെ ഈ സെഷന്റെ റോഡ് മാപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഏതിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പോകുന്നത് സിലബസ് മാപ്പിംഗിലേക്കാണ്. അതായത് നമ്മുടെ സിലബസിന്റെ, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സിലബസിന്റെ ഓരോരോ ബ്ലോക്കും ഓരോരോ യൂണിറ്റും ഓരോരോ ലെസൺസിലും എത്രമാത്രം ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ചില സമയം 10 തവണയാവാം, ചില സമയം 6 തവണയാവാം. അങ്ങനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അത് ഓരോന്നും സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ വീഡിയോ കണ്ടവരാണ്, റെക്കോർഡ് സെഷൻ കയറിയവരാണ്, ലൈവ് റെക്കോർഡ് കണ്ടവരാണ്, ലൈവ് സെഷൻ കയറിയവരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്, അതായത് ഇഗ്നോ ഫോക്കസ് 5.0യിലൂടെ എങ്ങനെയൊക്കെ ഷോർട്ടായിട്ട് തരാൻ പറ്റുമോ അത്രയും നല്ലൊരു രൂപത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഈ സിലബസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഓരോരോ ബ്ലോക്കിലും എത്രമാത്രം വെയിറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് സിലബസ് മാപ്പിംഗിലൂടെ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ വരുന്നത്, എത്ര മാർക്കിനാണ് നമ്മൾ എഴുതേണ്ടത്, നമ്മൾ ആ 20 മാർക്കിനാണെങ്കിൽ അതിൽ എന്തൊക്കെ പോയിന്റ്സ് ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് എത്ര തവണ വന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ മണി മാർക്കറ്റിൽ നിന്നാവാം അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനാവാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഇതിലൂടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ,
അതായത് നമുക്ക് വരാൻ പോകുന്ന ഇനി നമ്മൾ ഡിസംബർ 2025 ടി എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന ലേണേഴ്സ് ആണ്. അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന, അതായത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, മോസ്റ്റ് പ്രോബബിലിറ്റി ആണ്, പ്രോബബിലിറ്റി ബേസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നൊരു പ്രഡിക്ഷൻ കൂടി നടത്തുന്നുണ്ട്. കൂടാതെ ഇതിന്റെ ലാസ്റ്റ് നമ്മൾ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മോക്ക് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആ മോക്ക് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സും അതുപോലെ തന്നെ അതിനെ എങ്ങനെയാണ് അപ്പിയറൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ലേൺവൈസിന്റെ ആപ്പിൽ ഈ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇന്ന് ഇതിലൂടെ, അതായത് ഇഗ്നോ ഫോക്കസ് 5.0 മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് അപ്പിയർ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതായത് ഞാൻ പറഞ്ഞു ആദ്യമേ, നിങ്ങൾ ഏകദേശം പഠിച്ചു നിൽക്കുന്നവരാണ്, എല്ലാം ഓക്കെ ആയി നിൽക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി വേണ്ടത് ഒരു പുഷാണ്. ആ പുഷാണ് ഇനി ഞങ്ങൾ തരാൻ പോകുന്നത്. അതായത് എങ്ങനെ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം, അതായത് എത്ര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം, നമ്മൾ എഴുതുന്ന സമയത്ത് എന്തൊക്കെ പോയിന്റ്സ് കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഏത് ബ്ലോക്കിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റും, അതായത് നമ്മളുടെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റുമാണ് നമ്മൾ ഇന്നിവിടെ ഈ സെഷനിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ്. അതായത് നമ്മുടെ എക്സാമിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ സിലബസിലും, നമ്മുടെ ഓരോരോ ബ്ലോക്കില്, ഓരോരോ യൂണിറ്റില് ഏതൊക്കെ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള പേപ്പേഴ്സ്, നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു അനാലിസിസ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിനെ 3 കാറ്റഗറി ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അതായത് ഹൈ റിലവൻസ് ക്വസ്റ്റ്യനും, മീഡിയം റിലവൻസും, അതുപോലെ തന്നെ ലോ റിലവൻസും. ഹൈ എന്ന് പറയുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 അപ്പിയറൻസ്, അതായത് 10ൽ കൂടുതൽ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഹൈ കാറ്റഗറിയിലും, അതുപോലെ തന്നെ 5 to 9 അപ്പിയറൻസ് വന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ മീഡിയം കാറ്റഗറിയിലും, നമ്മൾ ലെസ് ദാൻ 5 ക്വസ്റ്റ്യൻസിനെ ലോ കാറ്റഗറിയിലുമാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ജൂൺ 2022 മുതൽ 2025 വരെയുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസും, അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും എത്രമാത്രം റിലവൻസ് ഉണ്ട് എന്നുള്ളതുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു ടേബിളിൽ ഒരു പിക്ചറൈസേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ടേബിൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതായത് ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് അപ്പിയർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രമാത്രം റിലവൻസ് എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ടേബിളിലൂടെ നോക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ആയ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂല് യൂണിറ്റ് 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്ന ടോപ്പിക്കില് ഫിനാൻസ് ഫംഗ്ഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്നുള്ളത്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ, 3 ഡിസിഷൻസും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ലോ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂല് ടൈം വാല്യൂ ഓഫ് മണി, ടൈം വാല്യൂ ഓഫ് മണിയിൽ 10 പ്രാവശ്യമാണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. ടൈം വാല്യൂ ഓഫ് മണിയിൽ ക്ലാസിഫിക്കേഷനും നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഫ്യൂച്ചർ വാല്യൂ, എന്താണ് പ്രസന്റ് വാല്യൂ, എന്താണ് ടൈം വാല്യൂ ഓഫ് മണി, അതിന്റെ ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ സിലബസിലൂടെ നമ്മൾ നോക്കിപ്പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. അടുത്ത നമ്മൾ യൂണിറ്റ് 3ലേക്ക് വരികയാണെങ്കിൽ ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 3 റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക് ആൻഡ് റിട്ടേണിൽ റിസ്ക് ആൻഡ് റിട്ടേൺ, കൺസെപ്റ്റ് ആൻഡ് സോഴ്സസ്, ഇത് നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 6 ടൈം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ഈ യൂണിറ്റ് കവർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താണ് റിസ്ക്, ടൈപ്സ് ഓഫ് റിസ്ക് എന്താണ്, റിസ്ക് ആൻഡ് റിട്ടേൺ എന്താണ് എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത യൂണിറ്റ് 4ൽ വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റിയിൽ വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് EIC പ്രോസസ്, അതായത് എക്കണോമിക്, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അപ്രോച്ചസ്, ഇതിന്റെ നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 9 ടൈംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 എടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് 1 വരെ പറഞ്ഞു, യൂണിറ്റ് 4 വരെ. അടുത്ത നമ്മൾ ബ്ലോക്ക് 2ലേക്കാണ് പോകുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. യൂണിറ്റ് 5ല് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് 10 പ്രാവശ്യമാണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്.
അതുപോലെ തന്നെ യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ് ആണ്. ബ്ലോക്ക് 2 ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്, യൂണിറ്റ് 2 ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസല് ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ് നമുക്കറിയാം. പേബാക്ക് പീരീഡ് ആൻഡ് നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആൻഡ് DCF. ഇത് നമുക്ക് 14 തവണ 14 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 7 മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്യാഷ് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് 6 പ്രാവശ്യമാണ് 6 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻസിംഗ് ഡിസിഷൻ, നമ്മുടെ ബ്ലോക്ക് 3 ഫിനാൻസിംഗ് ഡിസിഷൻ, അതിൽ യൂണിറ്റ് 10 ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ഭാഗത്ത് നിന്ന്, ആ യൂണിറ്റിൽ നിന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫീച്ചേഴ്സ് ആൻഡ് ഡിറ്റർമിനൻസ് അത് 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അടുത്ത നമ്മൾ ബ്ലോക്ക് 3 ഫിനാൻസിംഗ് ഡിസിഷനിൽ തന്നെ യൂണിറ്റ് 11 ലിവറേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ അതായത് അപ്പിയർ ചെയ്തിട്ടില്ല. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 ഫിനാൻസിംഗ് ഡിസിഷനിൽ യൂണിറ്റ് 8 ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതായത് there are two types of market in financial market, that is money market and capital market, and their participants ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ മണി മാർക്കറ്റ് ആൻഡ് their participants ആണ് ഏറ്റവും കൂടുതൽ, അതായത് 4 പ്രാവശ്യം 4 ടൈംസ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ലോ ആണ്. അടുത്തത് ബ്ലോക്ക് 3 ഫിനാൻസിംഗ് ഡിസിഷനിൽ യൂണിറ്റ് 8 ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന്, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് റോൾ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 2 തവണ 2 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 ഫിനാൻസിംഗ് ഡിസിഷനിൽ യൂണിറ്റ് 9 സോഴ്സ് ഓഫ് ഫിനാൻസ്, നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോന്നും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അത് അപ്പിയർ ചെയ്തിരിക്കുന്നത് 3 ടൈംസ് ആണ്. അടുത്ത നമ്മൾ യൂണിറ്റ് 9 സോഴ്സ് ഓഫ് ഫിനാൻസിൽ ഇക്വിറ്റി വേഴ്സസ് ഡിബഞ്ചേഴ്സ്, അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നതും 3 ടൈംസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് ലോ ആണ്. അടുത്ത നമ്മൾ ബ്ലോക്ക് 4 വരികയാണെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷനിൽ യൂണിറ്റ് 2 ഡിവിഡൻഡ് തിയറീസ്, നമ്മൾ ഡിവിഡൻഡ് തിയറീസിൽ റിലവൻസ് തിയറിയും ഇറലവൻസ് തിയറിയും, അതായത് വാൾട്ടേഴ്സ് മോഡലും ജോർഡൻ മോഡലും തിയറീസും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അടുത്ത യൂണിറ്റ് 13 ഡിവിഡൻഡ് പോളിസീസിൽ നമ്മുടെ ഡിവിഡൻഡ് പോളിസി ആൻഡ് ഫാക്ടേഴ്സ്, അതിന്റെയും അപ്പിയറൻസ് 5 ടൈംസ് ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും മീഡിയം ആണ്. അടുത്ത നമ്മൾ ബ്ലോക്ക് 5 നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 5 യൂണിറ്റ് 14 ബിഹേവിയറൽ ഫിനാൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 6 ടൈംസ് ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 5 ലാസ്റ്റ് ടോപ്പിക് ആയ, അതായത് ലാസ്റ്റ് യൂണിറ്റ് ആയ യൂണിറ്റ് 15 നിന്ന് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് ആൻഡ് ബൈബാക്ക്, അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ഇത്രയുമാണ് നമ്മൾ ആ ടേബിളിൽ നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ നോക്കിയിരിക്കുന്നത്, അതായത് നമ്മളിപ്പം ജൂൺ 2022 മുതൽ ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ഓവറോൾ അപ്പിയറൻസും, അതായത് എത്ര പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ റിലവൻസും ആണ് നമ്മളിപ്പോ നോക്കിയത്. ആ ഒരു ടേബിൾ വൈസ് ചാർട്ടിനെ നമ്മൾ ഒരു ബാർ ചാർട്ട് ആയിട്ടാണ് ഇനി അടുത്തതായിട്ട് ഒരു വിഷ്വലൈസേഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രമാണ് നമ്മൾ ഒരു ടോപ്പിക്കിന്, അതായത് ഒരു ബ്ലോക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതായത് നമ്മുടെ ഈ ഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ബ്ലോക്ക് 2 ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതുമായ നമ്മുടെ ബ്ലോക്ക് 2 നിന്നാണ്. ബ്ലോക്ക് 2ന്റെ ഇതെന്ന് പറയുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ 30 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ബ്ലോക്ക് 2 കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റേജ് ഉള്ളത് ബ്ലോക്ക് 1 പിന്നെ വരുന്നതാണ് നമ്മുടെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. ദെൻ അറ്റ് ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മളിപ്പോ പഠിക്കുന്ന സമയത്തല്ല, നമുക്കൊരു ഫൈനൽ റിവിഷൻ ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞവരെ ഇനി കൂടുതലായിട്ട് എംഫസൈസ് ചെയ്ത് നമ്മൾ നോക്കേണ്ടത് ബ്ലോക്ക് 2 ആണ്. അതിനുശേഷം ബ്ലോക്ക് 1 നമ്മൾ നോക്കുക, അതിനുശേഷം ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 5, ദെൻ ബ്ലോക്ക് 4. ഈ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ ഇനി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞതിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഡാർക്ക് സെല്ലുള്ളതൊക്കെ ഹയർ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ആണ്.
അതായത് ഇതിൽ തന്നിരിക്കുന്നത് നമ്മുടെ വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബ്ലോക്കും അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓരോ യൂണിറ്റിന്റെയും റിലവൻസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ബാർ ചാർട്ടിലും അതുപോലെ തന്നെ ടേബിൾ ഫോർമാറ്റിന്റെയും ഒരു ഹീറ്റ് മാപ്പ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എത്രമാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് നമുക്ക് ഓരോരോ തിയറി ക്വസ്റ്റ്യൻസും നമുക്ക് ഓരോരോ പ്രോബ്ലം പേപ്പേഴ്സും, അതായത് നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തിയറി പ്ലസ് പ്രോബ്ലം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പേപ്പറിൽ എത്ര തവണ നമ്മുടെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഏതൊക്കെ ഭാഗത്ത് നിന്നാണ്, അതായത് ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിൽ അതിന്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ, അതായത് പേ ബാക്ക് പീരീഡ് എന്താണെന്നുള്ളത്, നെറ്റ് പ്രസന്റ് വാല്യൂ എന്താണെന്നുള്ളത്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആൻഡ് DCF, ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ, അതായത് ഒരു 14 തവണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ പ്രോബ്ലം നോക്കുന്ന സമയത്ത്, പ്രോബ്ലം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിനെ അത്രയും ഊന്നൽ കൊടുത്തുകൊണ്ട്, അതായത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നമ്മൾ അതിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നമുക്ക് 10 പ്രാവശ്യമായിട്ടാണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ പ്രോബ്ലം പാർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം പാർട്ടിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുമാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അടുത്ത മൂന്നാമത്തത്, അതായത് 3 പ്രോബ്ലം പാർട്ടിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. 3 ടോപ്പിക്കാണ് കവർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, സെക്കൻഡ് വൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അടുത്തത് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണിയിൽ പ്രസന്റ് വാല്യൂ വേഴ്സസ് ഫ്യൂച്ചർ വാല്യൂ, അതായത് നമ്മൾ ആ ടോപ്പിക് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പ്രസന്റ് വാല്യൂ, എന്താണ് ഫ്യൂച്ചർ വാല്യൂ, ഹൗ ഇറ്റ്സ് ടു ബി കമ്പ്യൂട്ടഡ്, ഇതൊക്കെ കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി 10 പ്രാവശ്യമാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ തിയറി അല്ലാതെ പ്രോബ്ലം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട 3 ടോപ്പിക്കാണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്നുള്ളതും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഈ 3 ടോപ്പിക്കും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ തിയറി ചോദിച്ചു കണ്ടുവരുന്നത് 3 ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് തിയറി വന്നിട്ടുള്ളത്. ഒന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നും അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഡിറ്റർമിനൻസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് തിയറീസ് ആൻഡ് പോളിസി ഫാക്ടേഴ്സ്. അതായത് ഡിവിഡൻഡ് ഡിസിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ് എന്നുള്ളത്, അതിന്റെ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസ് എന്തൊക്കെയാണെന്നുള്ളത്, റിലവൻസ് തിയറി എന്താണ്, ഇറിലവൻസ് തിയറി എന്താണ്, അതിന്റെ പോളിസി ആൻഡ് ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള തിയറി ക്വസ്റ്റ്യൻസും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് മണി മാർക്കറ്റ് ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ്. We have to discuss what is money market and what is capital market and their instruments and their source of finance. Means അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോങ് ടേം ഫിനാൻസ് ആൻഡ് ഷോർട്ട് ടേം ഫിനാൻസ് ആൻഡ് മീഡിയം ടേം ഫിനാൻസ്. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ 3 പാർട്ടുമാണ് തിയറി പാർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എത്രമാത്രം നമ്മൾ എഴുതണം, നമ്മുടെ കയ്യിൽ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതെങ്ങനെ അപ്ലിക്കബിൾ ചെയ്യണം, അതായത് നമ്മൾ അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അതായത് നമുക്കൊരു തിയറി ബേസ്ഡ് ഒരു എസ്സേ ആണ് വരുന്നതെങ്കിൽ, ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ, അതായത് ഇപ്പൊ വാട്ട് ഈസ് മണി മാർക്കറ്റ് ഓർ എക്സ്പ്ലെയിൻ ദെയർ കൺസെപ്റ്റ് ഓർ ഡിസ്കസ്, അല്ലെങ്കിൽ വൈ മണി മാർക്കറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഓർ ഡിസ്കസ് ദ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ ഇൻ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു എസ്സേ ടൈപ്പ് ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരികയാണെങ്കിൽ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് 350 to 450 വേർഡ്സ് എങ്കിലും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ 350 to 450 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾക്ക് എക്സാമ്പിൾസും കോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമ്പിൾസും കോട്ട് ചെയ്യണം എന്നുള്ളതാണ് തിയറി എസ്സേ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ. ഇനി നമുക്ക് പ്രോബ്ലം ആണ് വരുന്നതെങ്കിൽ, പ്രോബ്ലം വരുന്ന സമയത്ത് അതായത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിൽ നിന്നോ ലിവറേജിൽ നിന്നോ അതുപോലെ തന്നെ റാങ്കിങ് പ്രോജക്റ്റിൽ നിന്നോ നമുക്കൊരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ, ഒരു 20 മാർക്കിന്റെ പ്രോബ്ലം നമ്മൾ എഴുതുകയാണെങ്കിൽ, അതായത് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, അതുപോലെ തന്നെ അതിലിപ്പം നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ പേ ബാക്ക് പീരീഡ്, അങ്ങനെ ഇപ്പം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതെന്താണ് എന്നുള്ളത്, അതിന്റെ ഫോർമുല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ഓരോരോ സ്റ്റെപ്പായി തന്നെ എഴുതണം. അതുപോലെ തന്നെ അറ്റ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യണം.
ചില ക്വസ്റ്റ്യൻസിനെ നമുക്ക് ചോദിക്കും ഏത് പ്രോജക്റ്റ് ആണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, അതിന്റെ റീസൺ എന്താണ്. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് എ ആണെങ്കിൽ എ, എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ, ഹൈ yield റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട് എന്നുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൺക്ലൂഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 3-4 ലൈൻസിൽ നമ്മൾ അതിന്റെ റെക്കമെൻഡേഷനും കൂടി കൊടുത്തുകൊണ്ട് വേണം ആ ഒരു പ്രോബ്ലം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിപ്പം ഡിഫറൻസസ് ചോദിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ബിഹേവിയറൽ ഫിനാൻസും ട്രഡീഷണൽ ഫിനാൻസും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഇക്വിറ്റി വേഴ്സസ് ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു 350 to 450 വേർഡ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ വരച്ചെഴുതുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ബിഹേവിയറൽ ഫിനാൻസ് എന്നുള്ളത് ഒരു ഇൻട്രോ കൊടുക്കുക, ട്രഡീഷണൽ ഫിനാൻസ് എന്താണെന്നുള്ളത് ഒരു ഇൻട്രോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ വരച്ച് അതിന്റെ ബേസിസ്, അതുപോലെ തന്നെ എന്താണ് ട്രഡീഷണൽ ഫിനാൻസ്, എന്താണ് ബിഹേവിയറൽ ഫിനാൻസ്, ആ ബേസിസിന്റെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്ത് എഴുതാം. അത് 350 to 450 വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതിക്കൊണ്ട് വേണം അതൊന്ന് നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഒരു കൺക്ലൂഡ് ജഡ്ജ്മെന്റും കൂടി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് MCQ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഫോർമലാറ്റിലെ കേസ് സ്റ്റഡീസും ഇപ്പൊ അങ്ങനെ കണ്ടുവരുന്നില്ല. MCQ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുള്ളത് നമുക്കറിയാലോ അല്ലെ. ഇനി അടുത്തത് പറയുന്നത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. അതായത് നമ്മൾ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എങ്ങനെ എഴുതണം, നമുക്കൊരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എത്ര വേർഡ്സ്, 350 to 450 വേർഡ്സ് ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞു. ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇനി അതിന്റെ ഡെഫിനിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ബ്രീഫ് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും ഓരോന്നിനെയും സബ് ഹെഡിങ് ആൻസ് കൊടുക്കുക. ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ എഴുതി, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എഴുതി, അതിന്റെ ഫീച്ചേഴ്സ് എഴുതി, അതിന്റെ ടൈപ്സ് എഴുതി, എല്ലാം അതായത് ആക്യുറേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുന്ന സമയത്ത് പോയിന്റ് ചെയ്ത് തന്നെ എഴുതാൻ നോക്കുക. സബ് ഹെഡിങ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് അണ്ടർലൈൻ ചെയ്ത് തന്നെ എഴുതാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഡെഫിനിഷൻസ് നമ്മൾക്ക് അറിയാമെങ്കിൽ കറക്റ്റ് അറിയുന്ന ഡെഫിനിഷൻസ് ആ ഓതറിന്റെ പേര് കോട്ട് ചെയ്ത് തന്നെ നമ്മൾ എഴുതാൻ നോക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഒരു 20 മാർക്കിന്റെ എസ്സേ എഴുതുന്ന സമയത്ത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ അങ്ങനെയും ചാർട്ട് രൂപത്തിലും ഒക്കെ വരച്ച് അത്രയും നീറ്റായിട്ട് തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യാം. അതായത് ഇത് നോക്കുന്നവർക്ക് തോന്നണം ഈ കുട്ടിക്ക് എന്തൊക്കെയോ അറിയാമെന്ന്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്രയും അടിപൊളിയായിട്ട് ഒരു വിഷ്വൽ റെപ്രസെന്റേഷനിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ പേപ്പർ പ്രസന്റ് ചെയ്യാം. ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈമും മാനേജ് ചെയ്യാൻ പഠിക്കണം. അതും നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾക്കിപ്പം നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ ലിവറേജ് എന്നോ അങ്ങനെ ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഹെഡിങ് ഒക്കെ കൊടുത്ത്, ഇക്വേഷൻ കൊടുത്ത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്ത്, അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ അസംഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസംഷൻസ് എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളുടെ റെക്കമെൻഡേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുക്കണം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആവുന്ന സമയത്ത്. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്താണ് എന്നുള്ളത്, അതായത് ഇപ്പം ബിഹേവിയറൽ ഫിനാൻസ് എന്താണെന്നുള്ളത് കൊടുക്കും, ദെൻ ട്രഡീഷണൽ ഫിനാൻസ് എന്താണെന്നുള്ളത് കൊടുക്കും, ദെൻ അതിന്റെ കമ്പാരിസൺ ഓൺ ദ ബേസിസ് ഓൺ ദ ഡിഫറൻസിൽ ബിഹേവിയറൽ ഫിനാൻസ് ഉണ്ട്, അതായത് അതുപോലെ തന്നെ ട്രഡീഷണൽ ഫിനാൻസ് ഉണ്ട് എന്നുള്ളത് ഒരു കോളം വരച്ച് അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ എഴുതുന്നത്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അത് കൺക്ലൂഡ് ചെയ്യുക. അത്രയും എഴുതുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും, അതായത് ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും, ഓക്കെ ഇയാൾക്ക് എന്തൊക്കെയോ അറിയാം, കാരണം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ അതിന്റെ ഡിഫറൻസ് നമ്മൾ ഒരു ടേബിൾ ഫോർമാറ്റിൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസന്റ് ചെയ്തു. ദെൻ വി ഹാവ് ടു കൺക്ലൂഡ് ദാറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ടേബിൾ ഫോർമാറ്റിൽ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്. അതുപോലെ തന്നെ അപ്ലൈഡ് കൺസെപ്റ്റ് ആൻഡ് എസ്സേ, അതായത് നമുക്കിപ്പം അപ്ലൈഡ് കൺസെപ്റ്റ് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മളുടെ ലോജിക്കൽ റീസണിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ വരുന്ന സമയത്ത് അതായത് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലുസ്ട്രേറ്റ് ചെയ്യാനോ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെന്റ്, ഇതൊക്കെ ഇലുസ്ട്രേറ്റ് ചെയ്ത് എഴുതാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് അത് എന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാം, നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ഉൾക്കൊള്ളിക്കാൻ പറ്റും,
അതായത് നമുക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇലിസ്ട്രേഷൻ നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ടോപ്പിക്കിൽ നമുക്കറിയാവുന്ന പോയിന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മൈൻഡിൽ കൊണ്ടുവരിക. മൈൻഡിൽ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ പോയിന്റ്സ് ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അതൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. അതായത് നമ്മുടെ ഈ ജൂൺ 2023 മുതൽ ഈ ജൂൺ 2025 വരെ നമുക്ക് എത്രമാത്രമാണ് ഓരോ ബ്ലോക്കിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് എത്രമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓരോ ബ്ലോക്ക് വൈസും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ജൂൺ 2023 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ബ്ലോക്ക് 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ജൂൺ 2023 ഇതിന്റെ അതായത് ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസംബർ 2023 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ജൂൺ 2024 0 ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഡിസംബർ 2024 0 തന്നെയാണ്. ദെൻ ജൂൺ 2025 0 തന്നെയാണ്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലാസ്റ്റ് 5ന്റെ ആവറേജ് മാർക്ക് 20 ആണ്. ആൻഡ് ടോട്ടൽ പെർസെന്റേജ് ഓഫ് ഷെയർ ഓഫ് 100ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 ആണ് വരുന്നത്. ആൻഡ് ദെൻ ബ്ലോക്ക് 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നിന്നാണെങ്കിൽ നമ്മുടെ മാർക്ക് നോക്കുകയാണെങ്കിൽ ജൂൺ 2023 40 മാർക്കിനാണ്. അതുപോലെ തന്നെ ഡിസംബർ 2023 40 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ജൂൺ ഡിസംബർ അതുപോലെ തന്നെ ജൂൺ 2025 എടുക്കുകയാണെങ്കിൽ 0 ആണ് നമ്മുടെ മാർക്ക് വരുന്നത്. നമ്മളുടെ ആവറേജ് മാർക്ക് വരുന്നത് 16 അതുപോലെ തന്നെ പെർസെന്റേജ് വരുന്നത് 16% ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 ഫിനാൻസിംഗ് ഡിസിഷൻ എടുക്കുന്ന സമയത്തായാലും 60 മാർക്കാണ് നമ്മുടെ ജൂൺ 2023 വന്നിരിക്കുന്നത്. 40 മാർക്കാണ് ഡിസംബർ 2023 വന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ ജൂൺ 2025 വരെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അതുപോലെ തന്നെ ആവറേജ് മാർക്ക് നോക്കുകയാണെങ്കിൽ 20 ആണ് വരുന്നത്. ആൻഡ് പെർസെന്റേജ് എന്ന് പറയുന്നതും 20 തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ ബ്ലോക്ക് 4 ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്ന സമയത്തും 0 തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെയുള്ള വർഷങ്ങളിൽ വന്നിരിക്കുന്നത് 20 മാർക്കും അതുപോലെ തന്നെ പിന്നെയുള്ള 3 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും 0 തന്നെയാണ്. ആൻഡ് ദെൻ ആവറേജ് എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ എന്ന് പറയുന്നതും 4 ആണ്. ഇനി എമർജിംഗ് ഇഷ്യൂസ് ഇൻ ഫിനാൻസ് അതായത് നമ്മുടെ ബ്ലോക്ക് 5ൽ നിന്നും ചോദിച്ചിട്ടുള്ളതും 0 തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് 20 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. പിന്നെയുള്ള 3 വർഷങ്ങളിൽ നമുക്ക് 0 തന്നെയാണ് വന്നിരിക്കുന്നത്. ആവറേജ് എന്ന് പറയുന്നത് 4 ആണ്. പെർസെന്റേജ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ക്രോസ് ബ്ലോക്ക് ഓർ ജനറൽ നമ്മൾ അതിന്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് 0 ആണ് വരുന്നത്. പിന്നെയുള്ള വർഷത്തിലും 0 വരുന്നുണ്ട്. പിന്നെ 100 ദെൻ 100 100 ആൻഡ് 60% ആണ് വരുന്നത്. നമുക്ക് ഇങ്ങനെയാണ് ഓരോരോ ബ്ലോക്ക് വൈസും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഓരോരോ വർഷവും നമുക്ക് ചോദിച്ചിട്ടുള്ള ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മൾ ഓരോരോ ബ്ലോക്കിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ 2024 മുതൽ അതായത് ജൂൺ 2023 മുതൽ അതുപോലെ തന്നെ ജൂൺ 2025 വരെ എത്രമാത്രം ഓരോ ബ്ലോക്കിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഈ ഒരു ചാർട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഏത് പാറ്റേൺ എന്നുള്ളതാണ്. പാറ്റേൺ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് അതായത് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് 2ലെ ഒന്നുകിൽ നെറ്റ് പ്രസന്റ് വാല്യൂ ആവാം അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഏർണിംഗ് പെർ ഷെയർ ലിവറേജ് ഇതൊക്കെയാണ് നമ്മുടെ ബ്ലോക്ക് 2ൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിസംബർ 2024 എടുക്കുകയാണെങ്കിൽ അതിൽ പ്രോജക്ട് റാങ്കിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അപ്പൊ പ്രോജക്ട് റാങ്കിങ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടേതായിട്ടുള്ള ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ അസംഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഏത് പ്രോജക്റ്റ് ആണ് ബെറ്റർ, ഏതാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു കൺക്ലൂഷൻസും അസംഷൻസും നമ്മളൊരു ഒരു പാരഗ്രാഫ് ലാസ്റ്റ് നമ്മളത് കൺക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ജൂൺ 2025 ഏർണിംഗ് പെർ ഷെയർ അതുപോലെ തന്നെ ഫിനാൻസിംഗ് ഓപ്ഷൻ പ്രോബ്ലംസും ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ആൻഡ് ബിഹേവിയറൽ ഫിനാൻസിൽ ആ ഒരു മെത്തേഡിൽ നമ്മൾ അതായത് ആ ഒരു പാറ്റേണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണയും അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ മണി മാർക്കറ്റ് ഇതും ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തിയറി സൈഡിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ NPV, PI, പേ ബാക്ക്, EPS, ലിവറേജ് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ
ഡിവിഡൻഡ് ആൻഡ് ബിഹേവിയറൽ ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ തിയറി പാർട്ടും തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറും മണി മാർക്കറ്റും. അതിൽ നിന്നും നമുക്ക് മൊത്തം വന്നിരിക്കുന്നതും തിയറീസ് ആയിട്ട് തന്നെയാണ് ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ ചോദിച്ചു കാണുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്യാഷ് മാനേജ്മെന്റ്, അതിൽ നിന്നും ഇപ്പൊ കുറച്ചായിട്ട്, അതായത് പ്രോബ്ലംസിനെക്കാട്ടും കുറവായിട്ടും നമുക്ക് തിയറി പേപ്പർ തന്നെയാണ്, അതായത് നമുക്ക് തിയറി തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്താണ് ക്യാഷ് മാനേജ്മെന്റ്, അതിന്റെ കൺസെപ്റ്റ്, അത് ഇല്ലുസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇനിയുള്ള 3 മണിക്കൂറാണ്. നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിനാണ്, 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്കിപ്പം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് അറിയാവുന്നതായിരിക്കാം. ഒരു മാർക്കറ്റ്, ടൈപ്സ് ഓഫ് മാർക്കറ്റ്, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റ്, നമുക്ക് ഒരുപാട് എന്താണ് മണി മാർക്കറ്റ്, എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതുപോലെ തന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം അറിയാന്ന് വെച്ച് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് 1 മണിക്കൂർ ഇരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, അത് ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എക്സാം ഹാളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് പ്രിപ്പയർ ആയിട്ട് പോവുക. നമുക്ക് അവിടെ ക്ലോക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ മനസ്സിൽ ഒരു ടൈം അലോക്കേറ്റ് ചെയ്യുക. ഇത്ര ടൈം, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മാത്രം ഞാൻ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 20 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, കുറച്ചും കൂടി പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാനുള്ളതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് ഏറ്റവും അറ്റ് ലാസ്റ്റ് ഫൈനൽ എന്ത് ചെയ്യുക, നമ്മൾ എഴുതാൻ വിട്ട പോയിന്റ്സ് ഒക്കെ നമുക്ക് അവിടെ കൊണ്ടുപോയി എഴുതി നമ്മൾ അത് ഫില്ല് ചെയ്യുക. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എക്സാം പാറ്റേൺ, അതായത് എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ക്വസ്റ്റ്യന് നമ്മൾ മുഴുവൻ സമയം ഇരുന്ന് കളയരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളെ മനസ്സിൽ നമ്മളുടെ ഒരു ടൈം തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഇത്ര മണിക്കൂറുണ്ട്, ഇത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുള്ള രീതിയിൽ തന്നെ പോവുക. ഇനി മേ ബി കവർ ചെയ്യാൻ പറ്റാതെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലും നമുക്ക് എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ കുറച്ചൊരു സ്പേസ് വിടുക. സ്പേസ് വിട്ടതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു എന്നുള്ള ഒരു സംതൃപ്തി ഉണ്ടാവും നമുക്ക്, അല്ലെ? നമുക്കിപ്പോൾ ഒരു തിയറി അല്ലെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഒരു 60 to 70 മാർക്കിനാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഒരു 20 to 30 മാർക്കിനാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ, ഡിഫറൻസസ് വരികയാണെങ്കിൽ 10 to 20 മാർക്കിന് വരികയാണെങ്കിൽ, നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു എസ്സേ എഴുതാൻ വേണ്ടിയിട്ട്, അതായത് ഒരു 3 എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ഒരു 22 മുതൽ, അതായത് 22 മുതൽ 24 മിനിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യണം, എസ്സേക്ക് വേണ്ടി മാറ്റിവെക്കണം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് ഒരു എസ്സേ എന്നുള്ള രീതിയിൽ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് 3 എസ്സേ എടുത്തിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, 10, 20, 30, അതായത് 30 മിനിറ്റിൽ കുറച്ച്, അതായത് 24 മിനിറ്റ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് പ്രോബ്ലം വരുവാണെങ്കിൽ ഇനി അതുപോലെ തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യുക, 25 to 30 മിനിറ്റ് നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, കാര്യങ്ങളെല്ലാം അത്രയും ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അറിയെങ്കിൽ മാത്രം നമ്മൾ പ്രോബ്ലം തൊടുക. അല്ലാതെ അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം വരഞ്ഞും കുത്തിയും നമ്മൾ എന്തെങ്കിലും സമയം കളയും. അതുകൊണ്ട് അറിയാമെങ്കിൽ മാത്രം, അത്രയും കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ മാത്രം പ്രോബ്ലം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 25 to 30 മിനിറ്റ് മാത്രമേ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ 2 പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു കമ്പാരിസൺ, ഞാൻ പറഞ്ഞു ഡിഫറൻസസ് ബിറ്റ്വീൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഡിഫറൻസസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 18 to 20 മിനിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതായത് ആ ഒരു 20 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ കമ്പാരിസൺ ഒക്കെ പൂർത്തിയാക്കി നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് നമുക്കിങ്ങനെ ഒരു 20 to 24 മിനിറ്റ് നമ്മൾ ഒരു എസ്സേക്ക് എടുത്ത്, അതുപോലെ തന്നെ 25 to 30 മിനിറ്റ് നമ്മൾ പ്രോബ്ലം എഴുതാൻ വേണ്ടി എടുത്തു, 18 to 20 മിനിറ്റ് നമ്മൾ ഒരു എസ്സേ എഴുതാൻ എടുത്ത്, ഇങ്ങനെയൊക്കെ ടൈം അലോക്കേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ് നമുക്ക് കിട്ടും. നമ്മൾ ആ ലാസ്റ്റ് 10 മിനിറ്റിൽ എന്ത് ചെയ്യാം, നമ്മളൊന്ന് ഓടിച്ചു പോവാം.
നമ്മൾ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിലൂടെ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആണ് ഇട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട സമയത്ത് അതിന്റെ സബ് ക്വസ്റ്റ്യൻസിലെ A, B, C എന്നുള്ളത് അത് കറക്റ്റ് ഓർഡറിലാണോ വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എഴുതുമ്പം കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടാവും കൺക്ലൂഷനോ എന്തെങ്കിലും എഴുതാൻ, അപ്പൊ ആ കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10-12 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. കാരണം നമുക്ക് ആ ഒരു 10-12 മിനിറ്റിലായിരിക്കാം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ല എന്ന് കാണുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്താവും, നമുക്ക് പിന്നീട് അത് അത് അവർ മാർക്ക് എടുക്കണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് നോക്കുക, ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ മാറ്റി വെക്കണം. ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടത് ഓർഡറിലാണോ, സബ് ക്വസ്റ്റ്യൻസ് എഴുതിയിരിക്കുന്നത് ഓർഡറിലാണോ, ഇനി ഏതെങ്കിലും കൺക്ലൂഷൻ പാർട്ട് നമ്മൾ എഴുതാൻ വേണ്ടി സ്പേസ് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, അത് ഫില്ലപ്പ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം എക്സാം ഹാളിൽ കയറുമ്പോൾ തന്നെ ആ 3 മണിക്കൂർ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ ടൈം വാല്യൂ ഓഫ് മണി ഈസ് കാൽക്കുലേറ്റഡ്. നമ്മൾ എന്താണ് ടൈം വാല്യൂ ഓഫ് മണി, അതായത് പ്രസന്റ് വാല്യൂ ഉണ്ട്, ഫ്യൂച്ചർ വാല്യൂ ഉണ്ട്, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിത്ത് എന്ത് ചെയ്യാം, നമ്മൾ അതിന്റെ ഇക്വേഷൻസ് അടക്കം വേണം എന്ത് ചെയ്യണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അതൊരു 5 പ്രാവശ്യമാണ്, 5 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ what is the nature and significance of finance function and discuss different financial decisions that are taken in business organization. ഇതും നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ കവർ ചെയ്യുന്നതാണ്. ഇതും 4 ടൈംസ് ആണ് ഇതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഡിസ്കസ് ദ ഡിഫറെന്റ് ബിസിനസ് വാല്യുവേഷൻ അപ്രോച്ചസ്. അതായത് ഡിസ്കസ് ദ ഡിഫറെന്റ് ബിസിനസ് വാല്യുവേഷൻ അപ്രോച്ച്, അതായത് എക്കണോമിക് അപ്രോച്ച്, ഇൻഡസ്ട്രി അപ്രോച്ച്, കമ്പനി അപ്രോച്ച്, ഈ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നതും 3 ആണ്. ഇനി അടുത്ത 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ബ്രീഫ്ലി ഡിസ്കസ് ദ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് മെത്തേഡ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു 3 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഡിസ്കസ് ദ ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളതും അതിന്റെ ഡിറ്റർമിനൻസും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും 3 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഡിസ്കസ് ട്രേഡ് ക്രെഡിറ്റ് ആൻഡ് ഫാക്ടറിംഗ് ആസ് എ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ആൻഡ് ബ്രിങ് ഔട്ട് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യുന്ന സമയത്തായാലും എന്താണ് ട്രേഡ് ക്രെഡിറ്റ്, എന്താണ് ഫാക്ടറിംഗ് എന്നുള്ളത് കൊടുക്കുക. ഇത് ഏത് ടൈപ്പാണ്, അതായത് ഷോർട്ട് ടേം ഫിനാൻസിലാണോ വരുന്നത്, ലോങ് ടേം ആണോ വരുന്നത്, മീഡിയം ടേം ആണോ വരുന്നത് നമുക്കറിയാം. അപ്പം അതും കോട്ട് ചെയ്യുക. അതിനുശേഷം എന്താണ് ഷോർട്ട് ടേം എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ട്രേഡ് ക്രെഡിറ്റ് കൊടുക്കുക, ഫാക്ടറിംഗ് കൊടുക്കുക, അതിന്റെ ഡിഫറൻസിയേഷൻ കൊടുക്കുക. അതിനുശേഷം അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും കോട്ട് ചെയ്യുക. ഇത് 2 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, എക്സ്പ്ലെയിൻ പേ ബാക്ക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നുള്ളത്. അതിൽ പേ ബാക്ക് മെത്തേഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏതാണെന്നുള്ളത് നമുക്കറിയാം. E+B/C എന്നുള്ള ഇക്വേഷനും അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളതും അതെന്ത് ചെയ്യാം നമ്മൾ വിശദീകരിച്ച് അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും അതിന്റെ സിഗ്നിഫിക്കൻസും എന്താണ് പേ ബാക്ക് മെത്തേഡ് എന്നുള്ളതും ഒരു സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ച് തന്നെ നമ്മൾ എഴുതുക. അത് ഒരു 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു മീൻ ബൈ റിസ്ക് ആൻഡ് ബ്രീഫ്ലി ഡിസ്കസ് ദ ഡിഫറെന്റ് സോഴ്സ് ഓഫ് റിസ്ക് ഇൻ ആൻ ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ റിസ്ക് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസ്കും അതിന്റെ സോഴ്സസും ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് വാട്ട് ഈസ് മണി മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, ഡിസ്കസ് ദ മെയിൻ പാർട്ടിസിപ്പൻസ് ഓഫ് മണി മാർക്കറ്റ്. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും 2 പ്രാവശ്യമാണ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡു കമ്പനീസ് പേ ഡിവിഡൻഡ്, ഡിസ്കസ് ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ദ ഡിവിഡൻഡ് പോളിസി ഓഫ് എ കമ്പനി. ഇതിൽ എന്തിനാണ് വൈ ഡു കമ്പനീസ് പേ ഡിവിഡൻഡ്, എന്തിനാണ് കമ്പനീസ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡിവിഡൻഡ്, എന്തിനാണ് കമ്പനി കൊടുക്കുന്നത്, അവർ എത്രയാണ് പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് എന്താണ്, അതുപോലെ തന്നെ റീറ്റൈൻഡ് ഏർണിംഗ്സ് പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക
ചെയ്യുക, മെൻഷൻ ചെയ്യുക അവിടെ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിനൻസ് ഓഫ് എ ഡിവിഡൻഡ് പോളിസി ഓഫ് എ കമ്പനി എന്നുള്ളത് ഓരോ പോയിന്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചോദിച്ചിട്ടുള്ളത് 2 പ്രാവശ്യമാണ്, 2 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ടൈം ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ആദ്യം വായിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും ഒന്ന് കണ്ണുപിടിച്ച് പോകണം. നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, നമുക്കിപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ, മണി മാനേജ്മെന്റ്, അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ അതിന്റെ സബ് ഹെഡിങ്സ്, ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുകയാണെങ്കിൽ അതിലെ ഫീച്ചേഴ്സ്, ടൈപ്സ്, അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 12 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ആ ആൻസേഴ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് എഴുതുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 3 മിനിറ്റ് കീവേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അങ്ങനെ വേണം നമ്മൾ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, ഓക്കെ ഇതെനിക്കറിയാം എന്ന് പറഞ്ഞ് അങ്ങ് എഴുതി പോകരുത്. അതിന് പകരം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും ഒന്ന് കണ്ണോടിച്ച് പോവുക. എന്നിട്ട് നമ്മൾ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക, എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ പേപ്പറിലേക്ക് എഴുതാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇനി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പ്രോബ്ലം ആണ് വരുന്നതെങ്കിൽ പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക്, ഞാൻ പറഞ്ഞു, അറിയാമെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ ഇക്വേഷൻസ് കറക്റ്റ് അറിയാമെങ്കിൽ ആ ഇക്വേഷൻസ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പേ ബാക്ക് പീരീഡിന്റെ ഇ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഒന്ന് കണ്ണുകൊണ്ട് ഓടിച്ചുകൊണ്ട് നമുക്കത് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റണം, അത് എന്താണ് എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്കത് എഴുതി വെക്കാം. നമ്മൾ ഇ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, ബി എന്താണെന്ന് എഴുതി വെക്കുക, സി എന്താണെന്ന് എഴുതി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക ആദ്യം. അതിനുശേഷം എന്ത് ചെയ്യുക, അത് നമ്മുടെ പേപ്പറിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി 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 പോവുക. അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ചിത്രം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെ? നമ്മൾ ഓക്കെ ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും അങ്ങ് എഴുതി പോകരുത്. എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയാമെന്ന് കരുതി ആ ക്വസ്റ്റ്യൻ മാത്രം എഴുതരുത്. ബാക്കിയുള്ളതും വായിച്ച് ഈ നമുക്ക് എന്തൊക്കെ പോയിന്റ് അതിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതും ആലോചിച്ചുകൊണ്ട് വേണം നമ്മൾ എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഒരു 10 തവണയെങ്കിലും, അല്ലെങ്കിൽ ഒരു 2 തവണയെങ്കിലും, 10 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ടെങ്കിലും ഒരു 2 തവണയെങ്കിലും എന്ത് ചെയ്യാം, നമ്മളിത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു, നമുക്കിനി നമ്മൾ പഠിച്ചു കഴിഞ്ഞവരാണ്, നമുക്കിനി എന്താ വേണ്ടത്, പ്രാക്ടീസ് ആണ്. നമ്മൾ ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്കറിയാം, നമുക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ നമ്മുടെ ലേൺ വൈസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആണ് ഞങ്ങൾ ഈ സമയത്ത് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അടുത്ത നമ്മൾ നോക്കുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് ആണ്. അതായത് ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാമിന്, അതായത് ഈ ഡിസംബർ 2025 നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് ചോദിക്കാനുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഏത് ബ്ലോക്കിൽ നിന്ന്, ഏത് ടോപ്പിക്കിൽ നിന്ന്, ഏത് യൂണിറ്റിൽ നിന്ന് എന്നുള്ളതാണ്. നമ്മളുടെ ഒരു പ്രെഡിക്ഷൻ ആണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. ഒരു പ്രോബബിലിറ്റി പ്രെഡിക്ഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ നിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള യൂണിറ്റിൽ ടോപ്പിക്ക് ഫിനാൻസ് ഫംഗ്ഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ. നമ്മുടെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 85.7% ആണ് ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അതിന്റെ കാറ്റഗറിയും ഹൈ ആണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് യൂണിറ്റ് 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷനിൽ ഫിനാൻസ് ഫംഗ്ഷൻ എന്താണ്, റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ, ഈ ടോപ്പിക് ഒക്കെ നല്ലപോലെ കവർ ചെയ്യുക. അതിന്റെ പ്രോബബിലിറ്റി 85.7% ആണ് ആൻഡ് ദ കാറ്റഗറി ഈസ് ഹൈ. അടുത്ത ബ്ലോക്ക് 2 നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അതായത് യൂണിറ്റ് 6 ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ അതും നമുക്ക് 85.7% ആണ് ചാൻസ് എന്ന് പറയുന്നതും ഹൈ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ആ ഒരു ടോപ്പിക്ക്, ആ ഒരു യൂണിറ്റ്, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ് എന്നുള്ള യൂണിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻസും അതിന്റെ തിയറീസും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി പോവാം. അതുപോലെ തന്നെ ബ്ലോക്ക് 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതിന് യൂണിറ്റ് 1 നമ്മൾ പറഞ്ഞ ഫിനാൻസ് ഫംഗ്ഷൻ നോക്കണം എന്നുള്ളത്. ഇനി യൂണിറ്റ് 2 നമ്മൾ പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി.
ടൈം വാല്യൂ ഓഫ് മണിയിലോ പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ അതിന്റെ ചാൻസ് 71.4% ആണ്. അതും ഹൈ ആണ് അതിന്റെ ചാൻസ് വരുന്നത്. അത് നോക്കുന്ന സമയത്ത് എന്താണ് ടൈം വാല്യൂ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതെങ്ങനെ എഴുതണം എന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതുപോലെ തന്നെ എഴുതാം. അടുത്തത് യൂണിറ്റ് 4ലാണ് നമ്മൾ നോക്കുന്നത് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് EIC, അതായത് എക്കണോമിക് ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അപ്രോച്ചസ്, അതും 71.4% ആണ്. അതിന്റെ ചാൻസും ഹൈ ആണ്. ബ്ലോക്ക് 1ൽ ഏകദേശം എല്ലാം ഹൈ ചാൻസോടെയാണ് നമ്മൾ പ്രിഡിക്ഷൻ നടത്തുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂല് യൂണിറ്റ് 3ല് റിസ്ക് ആൻഡ് റിട്ടേൺ എന്നുള്ളതും യൂണിറ്റ് 3ലെ റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അതിന്റെ സോഴ്സസും അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് 57.1% ആണ്. അതിന്റെ ചാൻസ് എന്ന് പറയുന്നതും മീഡിയം ആണ്. ഇനി അടുത്തത് ബ്ലോക്ക് 2ല് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നമ്മൾ യൂണിറ്റ് 5 എടുക്കുകയാണെങ്കിൽ അതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നതും 57.1% ആണ്. അതുപോലെ തന്നെ അതിന്റെ ചാൻസ് മീഡിയം ആണ്. ബ്ലോക്ക് 4ല് ഡിവിഡൻഡ് ഡിസിഷനിൽ യൂണിറ്റ് 13 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് പോളിസി, അതുപോലെ തന്നെ ഡിവിഡൻഡ് പോളിസി ആൻഡ് ഫാക്ടേഴ്സ് 71.4 ആൻഡ് ചാൻസസ് ഹൈ ആണ്. ഡിവിഡൻഡ് പോളിസി എന്നുള്ളതും ഡിവിഡൻഡ് എന്താണെന്നുള്ളതും ഡിവിഡൻഡ് തിയറീസ് എന്താണെന്നുള്ളതും ഡിവിഡൻഡ് പോളിസി ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 71.4 ആണ്. അതിന്റെ ചാൻസ് ഹൈ ആണ്. അടുത്ത് നമ്മൾ ബ്ലോക്ക് 3ല് ഫിനാൻസിംഗ് ഡിസിഷൻ യൂണിറ്റ് 10 ക്യാപിറ്റൽ സ്ട്രക്ചർ ഫീച്ചേഴ്സ് ആൻഡ് ഡിറ്റർമിനൻസ്, അതിൻ്റെതും നമ്മുടെ 57.1% ആണ്. അതുപോലെ തന്നെ അതിന്റെ ചാൻസും മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 5ല് എമർജിംഗ് ഇഷ്യൂസ് ഇൻ ഫിനാൻസ്, ദാറ്റ് ഈസ് യൂണിറ്റ് 14ല് ബിഹേവിയറൽ ഫിനാൻസും അതുപോലെ തന്നെ 57.1% ആണ്. അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ബിഹേവിയറൽ ഫിനാൻസിൽ എന്താണ് ബിഹേവിയറൽ ഫിനാൻസ്, എന്താണ് ട്രഡീഷണൽ ഫിനാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും നമ്മൾ കാര്യമായിട്ട് തന്നെ നോക്കാം. അതുപോലെ തന്നെ ബ്ലോക്ക് 2ല് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ യൂണിറ്റ് 7ല് മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും 42.9 ആണ്. അതിന്റെ ചാൻസ് എന്ന് പറയുന്നതും മീഡിയം ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 3ല് ഫിനാൻസിംഗ് ഡിസിഷൻസിൽ യൂണിറ്റ് 8ല് ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതുപോലെ തന്നെ മണി മാർക്കറ്റ് ആൻഡ് പാർട്ടിസിപ്പൻസ്. മണി മാർക്കറ്റ് എന്താണ്, അതിന്റെ പാർട്ടിസിപ്പൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നതും 42.9 ആണ്. അതിന്റെ ചാൻസ് മീഡിയം ആണ്. അതുപോലെ തന്നെ അടുത്ത ബ്ലോക്ക് 5ല് എമർജിംഗ് ഇഷ്യൂസ് ഇൻ ഫിനാൻസ് യൂണിറ്റ് 15ല് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്. എന്താണ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ബൈബാക്ക് എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെത് 42.9 ആണ്. അതുപോലെ തന്നെ അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അടുത്തത് ബ്ലോക്ക് 3 ഫിനാൻസിംഗ് ഡിസിഷൻ യൂണിറ്റ് 9ല് സോഴ്സ് ഓഫ് ഫിനാൻസ്. അതിൽ നമ്മൾ സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതൊക്കെയാണെന്നുള്ളത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, അതുപോലെ തന്നെ പല സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 28.6 ആണ്. അതിന്റെ മീഡിയം എന്ന് പറയുന്നത് ലോ ആണ്. അടുത്തത് ബ്ലോക്ക് 3ല് ഫിനാൻസിംഗ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് യൂണിറ്റ് 9ല് സോഴ്സ് ഓഫ് ഫിനാൻസ്, അതായത് ഇക്വിറ്റി വേഴ്സസ് ഡിബഞ്ചേഴ്സ്, അതും 28.6% ആണ്. അതുപോലെ തന്നെ അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അടുത്ത ബ്ലോക്ക് 4ല് ഡിവിഡൻഡ് ഡിസിഷനിൽ നമ്മുടെ ഡിവിഡൻഡ് തിയറീസ് നമ്മൾ റിലവൻസ് തിയറി ഉണ്ട്, ഇറലവൻസ് തിയറി ഉണ്ട്. അതായത് ഗോർഡൻസ് മോഡൽ ഉണ്ട്, തിയറീസ് ഉണ്ട്. ഇതൊക്കെ വരുന്നത് 28.6% ആണ്. അതുപോലെ തന്നെ അതിന്റെ ചാൻസസും ലോ ആണ്. അതുപോലെ തന്നെ ലിവറേജ് അനാലിസിസ് ബ്ലോക്ക് 3ല് ഫിനാൻസിംഗ് ഡിസിഷനിലെ യൂണിറ്റ് 11ല് ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത് ലിവറേജ്, അതുപോലെ തന്നെ ഏർണിംഗ് പെർ ഷെയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 ടൈപ്പ് ലിവറേജ് ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്, ഇതിന്റെയൊക്കെ ഡിഫറൻസസും നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 14.3 ആണ്. അതിന്റെ ചാൻസ് ലോ ആണ്. അടുത്തത് പറയുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 ഫിനാൻസിംഗ് ഡിസിഷൻ ആണ്. ഫിനാൻസിംഗ് ഡിസിഷനിൽ യൂണിറ്റ് 8ല് അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് റോൾ ആൻഡ് ഫങ്ഷൻസ്, അതും നമുക്ക് ഇതുപോലെ തന്നെ 14.3% ആണ്. അതുപോലെ തന്നെ അതിന്റെ ചാൻസ് പറയുകയാണെങ്കിൽ അതും ലോ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം നോക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ്, അതായത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രോബബിൾ ആയിട്ട് വരാം, പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ആണ് നമ്മൾ നടത്തിയത്. ഇനി നമ്മൾ നോക്കുന്നത് ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതായത് നമ്മുടെ ടൈം വാല്യൂ ഓഫ് മണി, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അപ്രോച്ചസ്, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, ഫിനാൻഷ്യൽ ഡിസിഷൻ, അതുപോലെ തന്നെ ഡിവിഡൻഡ് പോളിസി, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം
നമുക്ക് ഹൈ പ്രയോറിറ്റിയിലുള്ള 70% പ്രയോറിറ്റിയിലുള്ള 70%ൽ കൂടുതൽ പ്രയോറിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അത് ഹൈ എന്നും മീഡിയം എന്നും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയിലും നമ്മളത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ടൈം വാല്യൂ ഓഫ് മണി, EIC plus approaches and investment appraisal, finance function, financial function, decision and dividend policy factors. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, അതിനെപ്പറ്റി ചിന്തിക്കുക, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക, 12 മിനിറ്റ് കൊണ്ട് എഴുതുക, എന്നിട്ട് 3 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മളത് പോളിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞു പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് പഠിക്കാൻ സമയമില്ല മക്കളെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പ്രോബ്ലം എഴുതുന്ന സമയത്തും പ്രോബ്ലം നമുക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ഇക്വേഷൻ, എന്താണ് ഓരോന്ന് ഡിനോട്ട് ചെയ്യുന്നത്, നമ്മൾ മനസ്സിൽ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയിട്ട് വേണം പ്രോബ്ലംസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നത്. 70%ൽ കൂടുതൽ ചാൻസ് ഉള്ളതാണ് ടൈം വാല്യൂ ഓഫ് മണി, വാല്യുവേഷൻ, അതായത് എക്കണോമിക്, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി ആൻഡ് അപ്രോച്ചസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, ഫിനാൻസ് ഫംഗ്ഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഡിവിഡൻഡ് പോളിസി ഓഫ് ഫാക്ടേഴ്സ്. ഇനി നമുക്ക് മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നത്, മീഡിയം വരുന്ന സമയത്ത് അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ബിഹേവിയറൽ ഫിനാൻസ്, റിസ്ക് ആൻഡ് റിട്ടേൺ, വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ മീഡിയം പ്രയോറിറ്റിയിൽ, അതായത് 40 to 69% ആണ് ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ മീഡിയം പ്രയോറിറ്റി കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതായത് ഈ ടോപ്പിക് ഒക്കെ, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ബിഹേവിയറൽ ഫിനാൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു പഠിക്കും. നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുക. എന്താണ് ബിഹേവിയറൽ ഫിനാൻസ്? നമ്മൾ എക്സാം കയറുന്നതിന് മുമ്പേ ഓക്കെ എന്താണ് നമ്മൾ നമ്മളോട് തന്നെ പറയാം, ഇതാണ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഷോർട്ട് ടേം ആണ്. അതുപോലെ തന്നെ ബിഹേവിയറൽ ഫിനാൻസിലെ ട്രഡീഷണൽ ഫിനാൻസ് എന്താണ്, ബിഹേവിയറൽ ഫിനാൻസ് എന്താണ്, ഇതൊക്കെ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു 90 സെക്കൻഡ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഓർത്തെടുക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 40 to 69% ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും, ക്യാപിറ്റൽ സ്ട്രക്ചർ, ബിഹേവിയറൽ ഫിനാൻസ്, റിസ്ക് ആൻഡ് റിട്ടേൺ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. റിസ്ക് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈപ്സ് ഓഫ് റിസ്ക്, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും, അതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത നമ്മൾ നോക്കുന്നത് ലോ പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മണി മാർക്കറ്റ്, അതുപോലെ തന്നെ മണി മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്, ബൈബാക്ക്. ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലോ പ്രയോറിറ്റിയിൽ ലെസ് ദാൻ 40% ആണ് പ്രയോറിറ്റി പറയുന്നത്. ആ ഒരു പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ഇതൊക്കെ എഴുതുന്ന സമയത്ത് ഇതിന്റെ ഡെഫിനേഷൻസും അതുപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസും എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. അതായത് നമ്മളൊരു ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ, ഈ ലോ പ്രയോറിറ്റി ഉള്ളത് ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മീഡിയം പ്രയോറിറ്റി ഏതാണെന്നും ലോ പ്രയോറിറ്റി ഏതാണെന്നും ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളുടെ ഈ PYQ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ, അതായത് ഇഗ്നോ ഫോക്കസ് 5.0യുടെ ലാസ്റ്റ് സെഷനിലേക്കാണ് എത്തുന്നത്. അതായത് നമുക്ക് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഇഗ്നോ ഫോക്കസ് 4.0, 3.0, 2.0 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് ഇഗ്നോ ഫോക്കസ് 5.0യിലാണ്. നമ്മൾ ഇന്നിപ്പം അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തരുന്നുള്ളത്. ഇതുപോലെ ആവണമെന്നില്ല ക്വസ്റ്റ്യൻ വരുന്നത്, ഇതിലും സിമ്പിൾ ആയിരിക്കാം നമുക്ക് വരുന്നത്. ഇതൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഇഗ്നോ മോഡൽ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 മണിക്കൂറാണ്, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിഫൈൻ ദ ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് എക്സ്പ്ലെയിൻ വൈ ഇറ്റ് മാറ്റേഴ്സ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ. Describe how it is measured using compounding and discounting and illustrate with brief examples for single sums and annuities and perpetuities. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് കൊടുക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് വാല്യൂയിങ് സെക്യൂരിറ്റി ആൻഡ് ബിസിനസ് എന്താണെന്ന് കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഡിസ്കൗണ്ടിങ് എന്താണെന്നുള്ളതൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അതിന്റെ ഒരു എക്സാമ്പിൾസും നമ്മൾ എന്ത് ചെയ്യാം, കോട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത്. അടുത്തത് വരുന്നത്, എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ വാല്യൂയിങ് സെക്യൂരിറ്റി ആൻഡ് ബിസിനസ്, ഡിസ്കസ് വിത്ത്
ഡിസിഷൻ കോണ്ടെക്സ്റ്റ് ആൻഡ് ദ പ്രിൻസിപ്പൽ ബിസിനസ് വാല്യുവേഷൻ അപ്രോച്ചസ്. അതായത് ഇൻകം, മാർക്കറ്റ്, അസറ്റ് ബേസ്ഡ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഈച്ച് റിക്വയർസ്. അതായത് ഇത് പറയുന്ന സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് അപ്രോച്ചസ് എന്നുള്ളത്. ഇൻകം ബേസ്ഡ്, മാർക്കറ്റ് ബേസ്ഡ്, അസറ്റ് ബേസ്ഡ്. ഇതെന്താണ് എന്നുള്ളത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. State the significance of working capital for liquidity and profitability. Analyze the determinants of working capital and requirements in a manufacturing firm and comment on their practical implication for policy. ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഡിറ്റർമിനൻസ് എന്താണ്, അതിന്റെ പോളിസി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ ഈ തേർഡ് ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു എന്താണ് ടൈം വാല്യൂ, അതിന്റെ ഡെഫിനേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ മെഷർമെന്റ്സ്, അതുപോലെ തന്നെ എക്സാമ്പിൾസും കോട്ട് ചെയ്യാം. രണ്ടാമത്തേല് അതുപോലെ തന്നെ വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതും, അസറ്റ് ബേസ്ഡ്, ഇൻകം, അതുപോലെ തന്നെ മാർക്കറ്റ് ബേസ്ഡ്, ഈ അപ്രോച്ചസ് ഏതാന്നുള്ളത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. ഇനി അടുത്തത് വരുന്നത് നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദെയർ ഫീച്ചേഴ്സ്, ഇൻവെസ്റ്റർ എക്സ്പെക്ടേഷൻ, റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ ആൻഡ് ഫേം ലെവൽ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ബ്രിങ് ഔട്ട് ദെയർ ഇംപ്ലിക്കേഷൻ ഫോർ ഓണേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഈ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്തായാലും നമ്മൾ എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്ന് കൊടുക്കുക, എന്താണ് ഡിബഞ്ചേഴ്സ് എന്ന് കൊടുക്കുക, ദെൻ അതിന്റെ ക്ലാസിഫിക്കേഷൻ കൊടുക്കുക. ക്ലാസിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്, അതുപോലെ തന്നെ റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ, അതിൽ ഓരോന്നും സബ് ഹെഡിങ് പോലെ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നും എഴുതാൻ. അപ്പൊ ഓരോന്നും സബ് ഹെഡിങ് ആയിട്ട് എടുത്തെഴുതാം. എന്താണ് റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ എന്തെന്നുള്ളത്, ഫേം ലെവൽ അഡ്വാൻറ്റേജ് എന്തെന്നുള്ളത്, അതുപോലെ തന്നെ ഫേം ലെവൽ ഡിസഡ്വാൻറ്റേജസ് എന്തെന്നുള്ളത്, അതിന്റെ ഇംപ്ലിക്കേഷൻസും. ഇത്രയും കാര്യങ്ങൾ എന്തുണ്ടായിരിക്കണം ആ ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ കവർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഈസ് ദ ഡിവിഡൻഡ് ഡിസിഷൻ ഇമ്പോർട്ടന്റ് ആൻഡ് ബ്രീഫ്ലി ഡിസ്കസ് ദ റിലവൻസ് വ്യൂ ഓഫ് ഡിവിഡൻഡ് പോളിസി. Example, models in which dividend affect value and the irrelevance view and indicate the assumptions and managerial takeaways. ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിവിഡൻഡ് ഡിസിഷൻ, അതായത് എന്തുകൊണ്ടാണ് ഡിവിഡൻഡ് ഡിസിഷൻ ഇമ്പോർട്ടന്റ് ആകുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെ ഷെയർ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട് റിട്ടേൺ ആൻഡ് റീ ഇൻവെസ്റ്റ്മെന്റിന്, എഫക്ടിങ് ദ ഫിനാൻഷ്യൽ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഡിവിഡൻഡ് തിയറീസ്, അതായത് വോൾട്ടേഴ്സ് മോഡൽ എന്താണ്, ഗോർഡൻ മോഡൽ എന്താണ്, അതുപോലെ തന്നെ ഇറിലവൻസ് വ്യൂല് തിയറി, അതായത് മോഡി ഗിലാനി മില്ലർ വ്യൂ അതെന്താണെന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. അടുത്തത് പറയുന്നത് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ് ആൻഡ് ഡിസ്കസ് ദ പ്രിൻസിപ്പൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് ഫോർ ഇവാലുവേറ്റിംഗ് പ്രപ്പോസൽസ്, NPV, IRR, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആൻഡ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ആൻഡ് ഹൈലൈറ്റിംഗ് ദെയർ സ്ട്രെങ്ത് ആൻഡ് ദെയർ ലിമിറ്റേഷൻ. ഇതിൽ നമ്മൾ സൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ ആണ്. അപ്പം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുപോലെ തന്നെ നെറ്റ് പ്രസന്റ് വാല്യൂ എന്താണ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. അടുത്ത സെവൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what is behavioral finance and discuss its scope and silent characteristics and distinguish it from traditional finance and setting the examples of behavioral bias that can affect corporate or investor choices. ഇതിൽ നമ്മൾ ആദ്യം എന്താണ് ബിഹേവിയറൽ ഫിനാൻസ്, മീനിങ്ങും ഡെഫിനിഷൻസും കൊടുക്കുക, ദെൻ അതിന്റെ സ്കോപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ എന്താണ് ട്രഡീഷണൽ ഫിനാൻസ്, എന്താണ് ബിഹേവിയറൽ ഫിനാൻസ് എന്നുള്ള ഡിഫറൻസസ് കൊടുക്കുക, അതുപോലെ തന്നെ എക്സാമ്പിൾസ് കൊടുക്കുക ബിഹേവിയറൽ ഫിനാൻസ് ബയാസിന്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ലോസ് അവേഷൻ, ആങ്കറിങ്, ഓവർ കോൺഫിഡൻസ്, മെന്റൽ അക്കൗണ്ടിങ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടെ കോട്ട് ചെയ്യാം. ഇനി അടുത്തത് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു പ്രോബ്ലം ആണ്. അതായത് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ പ്രോബ്ലം എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് അറിയാമെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോബ്ലത്തിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഈ പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി പ്ലാൻസ് ടു റേസ് 8 lakh ടു അക്വയർ എ ന്യൂ പ്രൊഡക്ഷൻ എക്യുപ്മെന്റ് ആൻഡ് കൺസിഡർ ദ ഫോളോയിങ് 3 ഫിനാൻസിംഗ് ഓപ്ഷൻ. 3 ഫിനാൻസിംഗ് ഓപ്ഷൻ ആണെന്നുള്ളത്. ഒന്നാമത് പറയുന്നത് ഇഷ്യൂ 80,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 rupees ഈച്ച് and 40,000 of equity shares of rupees 10 each and 4,000 debentures and of 100 each carrying 9% interest, or issue 40,000 equity shares of rupees 10 each and 4,000 preference shares rupees 100 carrying 10% dividend. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു പ്രോബ്ലം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഓരോന്നും ആദ്യം ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസിന്റെ കാണുക, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് rupees 10 ആൻഡ് 4,000 ഡിബഞ്ചേഴ്സിന്റെ 9% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചുകൊണ്ട് എത്ര ക്യാരി ചെയ്യുന്നുള്ളത് നോക്കുക.
അതുപോലെ തന്നെ മൂന്നാമത്തത് പ്രിഫറൻസ് ഷെയർസിൻ്റെതും, അതും ₹100 ഈച്ച് ക്യാരിങ് 10% ആണ് ഡിവിഡൻഡ്. ഇത് മൂന്നും എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതുപോലെ തന്നെ അതിൽ ഏതാണ് അതായത് ഒന്നാമത്തതാണോ രണ്ടാമത്തതാണോ മൂന്നാമത്തതാണോ ബെറ്റർ ഫിനാൻസിങ് ഓപ്ഷൻ എന്നുള്ളതും നമ്മൾ കോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലെത്താം. ബി ആണെങ്കിൽ ബി കൊടുക്കുക, സി ആണെങ്കിൽ സി ആണ്, ഇറ്റ് ഈസ് ദ സ്യൂട്ടബിൾ ഫിനാൻസിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളതും അത് കിട്ടിയ ആൻസേഴ്സും അടക്കം നമ്മൾ എന്ത് ചെയ്യാം, അത് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് വരുന്ന 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കിപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. ഇതുപോലെ വരണം എന്നില്ല, നമ്മൾ ആലോചിക്കുക, ഇതുപോലെ വരണം എന്നില്ല. ചില സമയം നമുക്ക് ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്താണ് എന്നുള്ളത്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഏത് ബ്ലോക്കാണ് കൂടുതൽ പഠിക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു പഠിത്തമല്ല, ഇനി ഒരു പോളിഷാണ് നമുക്ക് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിൽ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എഴുതേണ്ട പോയിന്റ്സും എല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അത്രയും നമ്മൾ ഈ എക്സാം നമ്മൾ ഒരുമിച്ച് ക്രാക്ക് ചെയ്യുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവരും മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലുള്ള ആൻസേഴ്സ്, അതായത് നമ്മുടെ ഈ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ലേൺവൈസിന്റെ ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം അതിന്റെ നമ്മുടെ ആപ്പിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസും ഇതിന്റെ ആൻസേഴ്സും ഹിന്റും അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ഇത് അപ്പിയർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എനിവേ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.